ഈ ഫോട്ടോ കാണാൻ നല്ല രസമുണ്ടല്ലേ? എന്താ ഈ ആലോചിക്കണേ? ലക്നൌവിൽ പോകണം. വാപ്പയ്ക്കാരെ കത്തെഴുതുന്ന അറിയണം. ഓരെ കണ്ടുപിടിക്കണം. അനക്ക് ഭ്രാന്തുണ്ടോ? അതെന്റെ ഉമ്മ നയിക്കില്ല. വെറുതെ ഒരു ഉമ്മ ഭ്രാന്ത്. ചേട്ടാ കടല വേണോ? ആ ചേട്ടാ 10 രൂപ. 2 മതി. ഹംസക്കാരൻ എന്നെ വിടും തോന്നുന്നുണ്ട്. എനിക്കാരും സംഭവം വേണ്ട. ഞാൻ ഒറ്റയ്ക്കേ പോണേ. അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് പോയിക്കോ. എപ്പം ഞാനും വരാം. എന്നാ വാ. ഈ ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള പോസ്റ്റ് കാർഡ് വെച്ച് ആരെ കണ്ടുപിടിക്കുന്ന പറയുന്നേ? ഞാൻ കണ്ടുപിടിച്ചോളാം. ഈ മറ്റന്നാള് ലക്നൗ പോണേന് എനിക്ക് എന്തിനാ എപ്പോഴേ ബാഗ് പാക്ക് ചെയ്യുന്നത്? ലക്നൗ അത്രയും ദൂരത്താ? ദൂരമൊന്നുമല്ല, പക്ഷെ നമ്മൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം. കണ്ട, ഹിന്ദി മലയാളം ഭാഷാ സഹായി. അത് ലക്നൗവിൽ ഇന്ത്യ എന്നോട് ആരാ പറഞ്ഞു? അല്ലേ? അവിടെ കൊങ്ങിണിയാ, കൊങ്ങിണി. ഓടാ, ഹിന്ദി തന്നെയാ. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ഇല്ല. തൂങ്ങി പിടിച്ചു പോണ്ടി വരും. അറിയാത്ത നാട്, അറിയാത്ത ഭാഷ, അറിയാത്ത ആളുകള്. അതിനിപ്പോ എന്താ? ഇതൊക്കെ കാണണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ? ഓ വേണ്ട, ഈ വലിയ പ്രൊഫഷണൽ ഡാൻസർ അല്ലേ. എനിക്ക് കുറെ ബുക്കിംഗ് ഒക്കെ ഇല്ലേ. ഈ ഇവിടെ കുറെ പരിപാടിക്കൊക്കെ പോയി കുറെ ഏറൊക്കെ വാങ്ങി. ലക്നൗവിൽ അല്ലെങ്കിലും കാര്യമായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ ഇപ്പം അവിടെ ഭയങ്കര ചൂടാന്ന് ഞാൻ കേട്ട്. ഈ ചൂടത്ത് ഞാൻ എനക്കൊരു ആശ്വാസമായിരിക്കും. എനിക്ക് അത്ര ആശ്വാസം വേണ്ട. അപ്പം ഞാൻ പോരണ്ട. വേണ്ട. മോനെ ഒരു മമ്മി വന്നല്ലോ. ഇത് ചായ കുടിക്ക്. നീ മറ്റന്നാ പോവല്ലേ? ഈ ഉത്തർപ്രദേശ് എന്നൊക്കെ പറയണത് ജാതി ആൾക്കാരാ. എനക്കാണെങ്കിൽ ഭാഷ അറിയൂല. ഇവനാണ് BA മലയാളം. നീരാണേ ഈ പൊര മമ്മികളെ കൊണ്ട് നിറയും. അല്ല നമ്മ കാറായിട്ട് പോയാലോ? ഞാൻ വേറൊന്നും വിചാരിച്ച് പറഞ്ഞല്ലോ കേട്ടാ. അത് ഈ ഒറ്റയ്ക്കാണെങ്കിൽ പെട്ടുപോണൊരു നാടാ അത്. എൻ്റെ അനുഭവമാണ് പറഞ്ഞ. എവിടെ? ലക്നൗവിലേക്ക്. നിങ്ങൾ പോയിട്ടുണ്ടാ? ആ. ആരുടെ കൂടെ? എൻ്റെ വാപ്പാൻ്റെ കൂടെ. ശരിക്കും? സത്യം പറ. സത്യം. 1-2 വട്ടം പോയിട്ടുണ്ട്. സൂക്ഷിക്കണട്ടാ, വേണമെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കോ. ആ. പിന്നെ മോനെ, നാളെ ഞാൻ തിരിച്ചു പോകൂട്ടാ. എവിടേക്ക്? എങ്ങോട്ടേക്ക്? എൻ്റെ പുരയിലേക്ക്. വേണ്ട, പോണമെന്നില്ല. അങ്ങനല്ല ഹമീദ, അന്നെ ഞാൻ കുറേ കഷ്ടപ്പെടുത്തി. പോണം. എന്താണത് ആഴ്ച കാറില്? അത് ഓരോരോ പൊരേ പോവുക. അമീത് പോലെ ബസ് സ്റ്റോപ്പിൽ ഇറക്കൂ. അൽഹംദുലില്ലാ, രക്ഷപ്പെട്ട്. ഹംസക്ക, ഞാൻ ഇറങ്ങട്ടാ. വീരാനെ നോക്കി പോണം മോനെ. എടാ ഒരു ഇറക്കാൻ പറഞ്ഞതല്ലേ? നിങ്ങൾ ഇന്നലെ പറഞ്ഞത് ശരിയാണോ? എന്ത്? നിങ്ങൾ ലക്നൌവിൽ പോയിട്ടുണ്ടെന്നുള്ളത്? പിന്നല്ലാണ്ട് സത്യം. ബസ് സ്റ്റോപ്പിലേക്കല്ല, വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ. ഓക്കെ. നിങ്ങൾക്ക് അപ്പൊ ലക്നൗ ഒക്കെ നല്ല പരിചയമായിരിക്കും അല്ലേ? പിന്നെ എന്നാ ഒന്നും കൂടെ ലക്നൌവിൽ പോയാലോ? ആ, പോവാ. ആരെയാ നോക്കുന്നേ? ഇല്ല, എൻ്റെ ചെക്കൻ അങ്ങോട്ട് പോയി, കാണുന്നില്ലാതാ. ഞാൻ പോയി നോക്കണോ? ഇല്ല വേണ്ട, വന്നോളൂ. എങ്ങടാ യാത്ര? ലക്നൗവിലേക്ക്. മോൻ അവിടെയാണോ ജോലി? ഇല്ല, ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോണതാ. ആ, ഒറ്റ മോനായിരിക്കും അല്ലേ? ഈ ദുനിയാവിൽ ആകപ്പാട് എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. വാഹമിതേ. ഇരിക്ക്. ഒരിടത്തിരി പറക്കണില്ല എനക്ക്. ഹമീദിന് ലക്നൗ ഒക്കെ പരിചയമുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ.
ഇറങ്ങിക്കോട്ടെ, എവിടെയെങ്കിലും വെച്ച് കാണാം. ആ, ഒരു മിനിറ്റ്. ഇതെൻ്റെ കാർഡാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ വിളിക്കണം. വിളിച്ചോ. ആ, എന്നാ ശരി. പണ്ട് പൊന്നാനിയിൽ നിന്ന് ഈ നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഹൈദറിനെ അവസാനമായിട്ട് കാണുന്നത്. അന്നേ മനസ്സിലുള്ള മോഹമായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ ഇവിടെ വരണം, ഹൈദറിനെ ഒന്ന് കാണണം എന്ന്. ഇപ്പം ഏതായാലും ഈ നാട്ടിലെത്തി. പക്ഷെ മൂപ്പര് പോയി. നല്ല പഴമയുള്ള സ്ഥലം അല്ലേ? നല്ല സ്ഥലം. നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? എന്ത്? അപ്പൊ നിങ്ങൾ ഇതിനും ഇവിടെ വന്നിട്ടില്ല? ആര്? എവിടെ? അപ്പൊ നിങ്ങൾ എന്നെ പറ്റിച്ചാണല്ലേ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞോളൂ, ഞാൻ ഇപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്യും. നടക്കണ കാര്യം വല്ലതും പറ ഹമീദേ. അപ്പൊ നിങ്ങൾ നോണ വളർത്താണല്ലോ ഇവിടെ വരെ വന്നത്. ഏടൊക്കെ കയറി പോണേ? നിങ്ങൾ തിരിച്ചു പോ. നിങ്ങൾ ഇറങ്ങി പോടും. നിങ്ങൾ ഇറങ്ങി വന്നേ. നിന്ന് തിരിഞ്ഞു കളിക്കാൻ നിങ്ങൾ കയറി ഹമീദേ. എന്നെ പറ്റിച്ച് വലിയ ആളാവാൻ നോക്കണ്ട. अम्मी बुला रहे, बैठिए ना। सब बैठिए। कहाँ जाना साहब? താമസിക്കാനൊരു മുറി, ഗർ. क्या? ഗർ എന്ന് പറഞ്ഞ വീടാണല്ലോ. ഒരു മിനിറ്റ്. ओ अच्छा, कमरा चाहिए साहब। ആ കമല കമല. ആ അല്ലേ? കമല അല്ല വനജ. ഈ ഹിന്ദിയും കൊണ്ട് വേണം ജീവിക്കാൻ. ഏതായാലും നിങ്ങളെക്കാളും വരാം. ചുപ്രിയോ. പടച്ചോനെ കാത്തോണം. साहब ये है लॉज आपका। ഇതാണ്. ഇറങ്ങ്. ഇതാണ് നിന്റെ കമല. 70 रुपए। എത്ര? 70। थैंक यू साहब, नमस्ते। എവിടെ? ഇവിടെയാണോ? എന്ത് ഗുഹയാ? അങ്ങോട്ട് പിടിക്കേ, അങ്ങോട്ട് പിടിക്കേ. സംഭാലിए. भाई मैंने आपको पैसे दे दिए थे ना. अरे चेक कीजिए ना. अच्छा ठीक है, ऐसा है, शाम को आके मिलता हूँ आपको. दो रूम. അറിയാത്ത സ്ഥലത്ത് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റൂല. एक रूम മതി. ഈ റൂമാ. ഇപ്പോഴല്ലേ അറിയണ. देखिए अभी तो खाली नहीं है, मैं कल की. എന്ത് മുറിയാ മീത ഇത്? ഒരു എ സിയും കൂടി ഇല്ല. AC ശീലായി പോയിട്ടുണ്ടാവും അല്ലേ? വേറെ എന്തൊക്കെ വേണം നിങ്ങൾക്ക്? അല്ലാ, പോസ്റ്റ് കാർഡ് കണ്ടില്ലല്ലോ. നിങ്ങൾ കണ്ടിനാ? ആ കണ്ടിനി. വിശന്നപ്പോ ഞാൻ എടുത്ത് തിന്ന്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞോടും. ഇപ്പൊ പറഞ്ഞു വിടും, ഇപ്പൊ പറഞ്ഞു വിടും. അയ്യോ, പോസ്റ്റ് കാർഡ് പോയി. എങ്ങോട്ടേക്ക്? എങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ നോക്കട്ടെ. പടച്ചോനെ, അറിയാത്ത നാട്ടിൽ ഞാൻ ഇനി അവരെവിടെ പോയി കണ്ടുപിടിക്കാനാണ്? ഈ ആ ബാഗിലൊക്കെ ഒന്ന് നോക്ക്, കുത്തിയിരിക്കാണ്ട്. ഓ, ഇവിടെ ഒന്നും കാണില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് തിരിച്ചു പോവല്ലേ? അതെ, വരാം. ഹിന്ദി പഠിച്ച സ്ഥിതിക്ക് നമുക്ക് 2 ദിവസം ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് പോ. ഇതെന്താണ്ടാ, ബിരിയാണി ഉണ്ടാക്കാനാ? ഇതാ പിടി. ശിവേട്ടൻ. അല്ല, കിട്ടിയാ? ശിവേട്ടൻ പറയല്ലേ, ഒരു മിനിറ്റ്, ഒരു പേപ്പർ എടുത്തോട്ടെ. ഒരു മിനിറ്റ് നോക്കി കണ്ടൊരു പേപ്പർ എടുത്തന്നേ. പറഞ്ഞു ശിവേട്ടൻ. ആടാ, ഈ മൊഹത്തസം അസ്മത്തലി മെറ്റൽസോ ആന്റിക്സോ അങ്ങനെ എന്തോ ആണ്. ശിവേട്ടൻ നിങ്ങളൊന്നും മെല്ലെ പറ. മൊഹത്തസം അസ്മത്തലി അതല്ല, ഉറക്കെ നിർത്തി നിർത്തി പറ. മൊഹത്തസം അസ്മത്
മൊഹത്തസം അസ്മത്ത് അലി. ആന്റിക്സ് ആൻഡ് മെറ്റൽസ്. ഓക്കെ, താങ്ക് യു ശിവേട്ടാ. ആ എടടാ, ഇപ്പം അതൊക്കെ അവിടെ ഉണ്ടോന്നൊന്നും അറിയത്തില്ല കേട്ടോ. അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവുന്നേ. താങ്ക് യു. ദേ കണ്ട, എന്റെ വാപ്പാന്റെ ഫ്രണ്ട് ഉണ്ട്. ഇനി ഞങ്ങളുടെ ഇവിടെ അന്വേഷിച്ചോളാം. നിങ്ങൾ എഴുതി എങ്ങോട്ടേക്കാ പോണേ? വാപ്പാന്റെ ഫ്രണ്ട് അടുത്തേക്ക് നിങ്ങൾ എടുത്താൽ മതി. പറ്റില്ല എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയൂല. ഈ എവിടെ പോയാലും ഞാനും വരും. എന്നാ വാ. ഓരോ ഗുരുമാരും. ഇവിടെ തന്നെയാണോ? ഇങ്ങോട്ട് തന്നെ ഞാൻ നോക്കാം. कोड लेंगे भाई साहब? भाई साहब कुछ लेंगे? भाई साहब, अरे भैया सुनाई नहीं दे रहा आपको? बुला रहे हैं। कुछ दिखाओ साहब। എന്റെ വാപ്പ ഇവിടെ വന്നിട്ടുണ്ടാ? शर्ट लेंगे? പണ്ട് ഹൈദർ. सूट चाहिए? ഈ सूट सिलवाएंगे? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. शर्ट चाहिए? അല്ല, അമിതേ, നീ എന്തോടെ കാട്ടണേ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. വാപ്പാടെ ഈ ഇവിടെ എല്ലാ കടകളും ഒരുപോലെ തന്നെ. എനക്ക് തോന്നണതാ. ഒന്നും വേണ്ടട്ടാ. जी। ഈ തിരയണ കട തന്നെ ആയിരുന്നു അത്? അല്ല, ആ കടയുടെ പേര് വാപ്പാന്റെ കുപ്പായത്തിൽ കണ്ട പോലൊരു. എന്ത് കണ്ട പോലെ എന്ന് പറ. ഈ ഞാൻ പറയണ കേക്ക് അമിതേ. ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, ഞാൻ പറയണ കേക്ക്. ഈ എന്തേ വായിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ പറയണ അല്ല, അനക്കത് കാണാണ്ടറിയില്ല ആണല്ലേ? ഈ എവിടെ നിൽക്കുക അമിതേ? അങ്ങനെ ഓടല്ലേ, ഞാൻ വരട്ടെ. അല്ല, ഈ ആരെ വിളിക്കുന്നു? എന്നോട് പറഞ്ഞിട്ട് നീ ആരെ വേണച്ചാ വിളിക്കുന്നു? പറഞ്ഞേ പടച്ചോനെ, ശിവേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് ആണ്. കടയുടെ പേരല്ലേ? നിങ്ങളുടെ കൂടെ തന്നെ എന്നെ പറഞ്ഞാൽ മതി. പ്രായമുള്ള സ്ത്രീ കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കാൻ എളുപ്പമാകുമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ടിപ്പം നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എനിക്കറിയാം പേര്. പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടുവോ? ആണോ? എന്നാ ശരി. നിങ്ങൾക്ക് ആ കടയുടെ പേരറിയാന്ന് പറയുന്നത് സത്യമാണോ? ആണെങ്കിൽ പറ. അങ്ങനെ വെറുതെ ഒന്നും പറയാൻ പറ്റൂല. പിന്നെ ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കണം. പിന്നെ നിങ്ങളെ നാട് ചുറ്റി കാണിക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ അന്റെ കാര്യത്തിന് കൊണ്ടുവരാന്നെ? നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ നാട് ചുറ്റി കാണിക്കുന്ന പരിപാടി നടക്കൂല. നടക്കില്ല. ഇല്ല.